കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് 40 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി. ബിസ്മില്ല റബ്ബർ നഴ്സറി, ഫാം ആൻഡ് ഗാർഡൻസ്, വാണിയമ്പലം. ചോക്കാട് പഞ്ചായത്തിലെ ആദിവാസി മേഖലകളിൽ സിക്കിൾ സെൽ അനീമിയ നിർണയ ക്യാമ്പുകൾ തുടങ്ങി. ചോക്കാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കീഴിൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എം അബ്ദുൽ അസീസിന്റെ നേതൃത്വത്തിലാണ് പരിശോധനാ ക്യാമ്പുകൾ നടത്തുന്നത്. ചോക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്ത കെ ഗോപാലൻ നെല്ലിയാമ്പാടമുന്നതിയിൽ വെച്ച് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. നിങ്ങളോട് പറയാനുള്ളത്, ഈ ഇങ്ങനെ ഓരോ ക്യാമ്പ് നടത്തുമ്പോൾ അത് നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണം. പുതിയ ഓരോ രോഗങ്ങളും ഒക്കെയാണ് ഈ വരുന്നത്. പിന്നെ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, അങ്ങനെയും വേറെ ഓരോ രോഗങ്ങൾ വരികയാണ്. അപ്പൊ ഇത് പരമാവധി പ്രയോജനപ്പെടുത്തണം. ആദിവാസി മേഖലകളിൽ അധികമായി പാരമ്പര്യമായി കണ്ടുവരുന്ന രോഗമാണ് അരിവാൾ രോഗമെന്ന് മെഡിക്കൽ ഓഫീസർ വിശദീകരണം നടത്തി. തുടക്കത്തിലെ കണ്ടെത്തി രോഗത്തിനെതിരെ കാര്യക്ഷമമായ പ്രതിരോധ ചികിത്സ നൽകുന്നതിനാണ് ക്യാമ്പ് നടത്തുന്നത്. ആരോഗ്യവകുപ്പിന്റെ കീഴിൽ വിവിധ ആദിവാസി ഉന്നതികളിൽ പരിശോധനയുടെ ഭാഗമായി ക്യാമ്പുകൾ നടത്തും. ആദിവാസികളിൽ മാത്രം പാരമ്പര്യമായുണ്ടാകുന്ന ഈ രോഗം സാവധാനം തൊട്ടടുത്ത തലമുറയെ കൂടി ബാധിക്കുന്നതിനെ നേരത്തെ കണ്ടെത്തിയാൽ തടയാനാകുമെന്ന് ഡോക്ടർ അസീസ് പറഞ്ഞു. പരിചയമായി വരുന്നുള്ളൂ. കാരണം വെച്ചാൽ ഞാൻ രണ്ടാഴ്ചയായിട്ട് ഇവിടെ ജോയിൻ ചെയ്തിട്ട് ഇവിടെ സ്ഥലങ്ങളും ആൾക്കാരൊക്കെ ഒന്ന് പരിചയമായി വരുന്നുള്ളൂ. നമ്മളേതായാലും ഇവിടെ ഒരു ട്രൈബൽ ക്യാമ്പ് നേരത്തെ കഴിഞ്ഞ ആഴ്ച 2 സ്ഥലങ്ങൾ നടത്തി. ഇനിയും നമുക്ക് 2-3 സ്ഥലങ്ങൾ നടത്താനുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇവിടെ ഒരു നെല്ലിയാമ്പടത്ത് ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്നത് അരിവാൾ രോഗം അഥവാ സിക്കിൾ സെൽ അനീമിയ, അതിന്റെ സ്ക്രീനിങ് നടത്തുന്നുണ്ട്. അത് ഉള്ളവർക്ക് അതിന്റെ തുടർച്ചയായ പരിശോധനകളും ചികിത്സകളും ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. അതുപോലെ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങളുടെ പരിശോധന, അതിനുവേണ്ട മരുന്നുകൾ, അതുപോലെ മറ്റ് അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അതിനുവേണ്ട ചികിത്സകൾ ഒക്കെ നടത്തുന്നു. അതുപോലെ ചുമയുള്ള ആൾക്കാരുടെ കഫം ശേഖരിച്ച് ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് ക്ഷയരോഗം പോലുള്ള അസുഖങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ കയ്യിലുണ്ട്. അപ്പോൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും ഇതുപോലുള്ള ക്യാമ്പുകളൊക്കെ വരുമ്പോൾ അതിലെല്ലാവരും സഹകരിക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഏതായാലും ഇവരൊന്നും പരിശോധനക്ക് അധികം നമ്മുടെ ഹോസ്പിറ്റലിലേക്കൊന്നും അങ്ങനെ വരാറുള്ള ആൾക്കാരല്ല. അപ്പോൾ ഇങ്ങനെ ക്യാമ്പുകൾ വെക്കുമ്പോൾ നമുക്ക് ഇതുപോലുള്ള പരിശോധനയൊക്കെ നടത്തി നോക്കിയെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്നൊക്കെ നമുക്ക് മുൻകൂട്ടി കണ്ടെത്താനും അത് നേരത്തെ കൂടി തന്നെ കോംപ്ലിക്കേഷനിലൊക്കെ പോകുന്നതിന് മുന്നേ തന്നെ ചികിത്സിച്ച് ഭേദപ്പെടുത്താനൊക്കെ കഴിയുള്ളൂ. അപ്പോൾ ഇതിന് മുൻകൈ എടുത്ത് നമ്മുടെ വാർഡ് മെമ്പർ, അത് മെമ്പറെ കാര്യം പറയാതിരിക്കാൻ കഴിയില്ല. കാരണം വെച്ചാൽ ആദ്യമായിട്ടാണ് ഞാൻ PSC വന്നിട്ട് ഒരു പ്രോഗ്രാമിനെ പറ്റി പറഞ്ഞപ്പോൾ മെമ്പർ അപ്പം തന്നെ വിളിച്ച് ഇവരൊക്കെ അറേഞ്ച് ചെയ്തെന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ നമ്മുടെ ചോക്കാട് പഞ്ചായത്ത് നമുക്കറിയാം, നാട്ടുകാരുടെ സഹകരണത്തോടു കൂടി മാത്രമേ നമുക്ക് നമ്മുടെ ഹെൽത്തിന്റെ സ്റ്റാറ്റസ് നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുള്ളൂ. നമ്മളൊരു 4-5 ഹെൽത്ത് വർക്കർമാർ മാത്രം നടന്നിട്ട് നമുക്ക് ഇവിടെ ഒരു ഉയർച്ചയൊന്നും ഉണ്ടാകാൻ കഴിയില്ല. അപ്പോൾ ഇതിൽ ഇപ്പം പ്രസിഡന്റ് വന്നു, വൈസ് പ്രസിഡന്റ് വന്നു, എല്ലാവരും നല്ല രീതിയിൽ തന്നെ നമുക്ക് സഹകരണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ സഹകരണം ഇനിയുള്ള ക്യാമ്പുകളിലും മറ്റ് ആരോഗ്യ പ്രവർത്തനങ്ങളിലൊക്കെ നിങ്ങളുടെ ആദിവാസികളിലെ ക്യാൻസർ, ജീവിതശൈലി രോഗങ്ങൾ, മറ്റ് പകർച്ചവ്യാധികൾ എന്നിവയുടെ പരിശോധനകളും ക്യാമ്പുകളിൽ നടത്തും. വാർഡ് മെമ്പർ KT മജീദ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് K ജുമൈല, ഹെൽത്ത് ഇൻസ്പെക്ടർ K മൻസൂർ റഹ്മാൻ, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരായ K സലീന, ദിവ്യ സേവ്യർ, K മഞ്ജു, R സൗമ്യ, K ദിവ്യ, ആശാ വർക്കർ P സുലൈഖ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചോക്കാട്.